നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പാവക്ക പച്ചടിയാണ് ട്ടോ. അപ്പോൾ വേഗം തന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. ഒരു പാവയ്ക്കയാണ്, വെള്ള പാവയ്ക്കയാണ് ട്ടോ. ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അരപ്പിനകത്തോട്ട് വേണ്ടിയിട്ട് ഒരു മുറി നാളികേരം, 2 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് കടുക്. ഇത്രയുമാണ്. ഇത്തിരി വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് പാവക്ക ഇതിനകത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഒന്ന് ഫ്രൈ ആയി കിട്ടണം. ആ നേരം കൊണ്ട് നമുക്ക് തേങ്ങ അരപ്പ് റെഡിയാക്കി വെക്കാം കേട്ടോ. മിക്സിയുടെ ജാറിനകത്തോട്ട് ആദ്യം തന്നെ ഇതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സിനകത്തോട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ടുണ്ട്. അത് ഒരു സൈഡിൽ ഇരിക്കട്ടെ കേട്ടോ. അപ്പം നമുക്ക് പാവക്കയുടെ പരിപാടി നോക്കാം. ഏകദേശം ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. കുറച്ചും കൂടി ഒന്ന് ഫ്രൈ ആയി കിട്ടണം നമുക്ക്. കുറച്ച് ഉപ്പും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. വേണമെങ്കിൽ പാവയ്ക്ക ഇടുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത്തിരി കഴിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒന്ന് ഇതായിട്ടുണ്ട്. ഇനി മൂത്ത് കഴിഞ്ഞാൽ പാവക്കയുടെ കളർ അങ്ങോട്ട് മാറും, കറിയുടെയും. അപ്പോൾ നമുക്കിത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിതിന് കോരി മാറ്റാം കേട്ടോ. നമുക്ക് ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതേ ചട്ടിയിലോട്ട് തന്നെ നമുക്ക് ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി താളിപ്പിന് വേണ്ടിയിട്ട് ഒരു അരമുറി സവാള, 2 ഉണക്കമുളക്, വേപ്പില ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയാണ് ഇതിനകത്തിട്ട് ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. എൻ്റെ ഇതിനകത്ത് ചെറിയ ഉള്ളി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടൊരു ഞാൻ ഒരു പകുതി സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതൊന്ന് പതുക്കെ മൂത്ത് കിട്ടണം നമുക്ക്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പില്ലേ, അത് ഇനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള തൈര്, അതായത് നല്ല കട്ട കളഞ്ഞ തൈര്, അതും കൂടി ഇതിനകത്തോട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കട്ടയില്ലാത്ത തൈരൊന്ന് മിക്സിനകത്തൊന്ന് ബ്ലെൻഡ് ചെയ്താൽ മതി. അതൊരു കുറച്ചും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ രീതിയിലൊന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ. ഓവറായിട്ട് തിളപ്പിക്കണ്ട. സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. നമുക്ക് സൈഡിൽ നിന്നൊക്കെ തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി മൺചട്ടി ആയതിൻ്റെ പേരിൽ തന്നെ ഇതിനകത്ത് നല്ല ചൂടുണ്ടാവും. അപ്പോൾ ഒന്ന് ഇളക്കി ആ ചൂടൊന്ന് കുറച്ചെടുക്കണം നമുക്ക്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതിനൊട്ടും തന്നെ കയ്പില്ല കേട്ടോ. നല്ല സ്വാദിഷ്ടമായ പാവക്ക പച്ചടിയാണ്. ചേട്ടൻ്റെ ഫേവറേറ്റ് ഡിഷാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.